ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സോഷ്യൽ മീഡിയയുടെ ഗുണവും ദോഷമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇത് ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മൊബൈലിലൂടെയാണ് നമ്മുടെ ലൈഫ്. കാരണം ഒരു അവയവം പോലെയാണ് മൊബൈൽ. കാരണം ആളുകൾക്ക് ഫ്രീ ടൈം കിട്ടിയാൽ ഉടനെ മൊബൈൽ എടുത്തിട്ട് അതിനകത്ത് കൂടെ, കാരണം ഇത് ഇൻ്റർനെറ്റ് ഔട്ടർ നെറ്റാണ്. കാരണം ഉള്ളിലൂടെ പുറത്തേക്ക് പുറംലോകം മുഴുവൻ കാണുന്ന വലിയൊരു സംരംഭമാണ് ഇത്. അപ്പോൾ ഈ ഈ ഈ സംരംഭത്തിൽ കൂടെ സോഷ്യൽ മീഡിയയിൽ കൂടെ വേണം ഇനിയുള്ള കാലഘട്ടം നമ്മൾ വളരാനും വളർത്തിയെടുക്കാനും അവയർനെസ് ഉണ്ടാക്കാനും. അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഇതിനകത്തേക്ക് നമ്മളുടെ മെനൂസിൻ്റെ രീതികൾ, സ്പെഷ്യൽ ഫുഡുകൾ, അത് കഴിച്ച ആളുകളുടെ ടെസ്റ്റിമോണിയൽ ഇന്ന് വളരെ ഈസിയാണ്. അപ്പോൾ അത് ചോദിക്കണമെങ്കിൽ കുറച്ച് ധൈര്യം വേണമെങ്കിൽ ഫുഡ് നന്നായിരിക്കണം. ഫുഡ് നന്നാവണമെങ്കിൽ അതിൻ്റെ നല്ല വിവരമുള്ള ആളുകളായിരിക്കും നിങ്ങളെ കൂടെ ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ പണി കിട്ടും, നിങ്ങൾക്ക് ചോദിക്കാൻ കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഈ ടെസ്റ്റിമോണികൾ ഇങ്ങനെ നമ്മൾ എടുത്ത് സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിൽ നിന്നൊക്കെ ഒരു വരുമാനം കിട്ടും. കൂടാതെ തന്നെ നമ്മളുടെ കസ്റ്റമർക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയിരിക്കും. ഞാൻ ഇന്ന ഹോട്ടലിൽ നിന്നാണ് വാങ്ങിച്ചത്, ഞാൻ ഇന്ന ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. നല്ലൊരു എന്താ പറയുക, നമ്മൾക്ക് പൈസ ചിലവില്ലാതെ കിട്ടുന്ന നല്ലൊരു അഡ്വർടൈസ്മെൻ്റ് ആണ്. കൂടാതെ അതിന് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളതിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഗൂഗിൾ റിവ്യൂസ്, അതുപോലെ ഗൂഗിൾ റിവ്യൂ ഒക്കെ ഇന്ന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഇനി ഉള്ള കാലഘട്ടത്തിൽ ബിസിനസ് ചെയ്യുന്നവൻ അതിലുള്ള നെഗറ്റീവ് കമൻറ്റിന് നോക്കാതെ ഒന്നും സംഗതി കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരാൾ വണ്ടി എടുത്ത് വരുമ്പോൾ ആദ്യം ഗൂഗിളിൽ അതടിച്ചു നോക്കും, എന്നിട്ടാണ് മാപ്പ് എടുത്തിട്ട് നോക്കുമ്പോൾ തന്നെ നെഗറ്റീവ് ആണെങ്കിൽ പണി കിട്ടിയിരിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ ബിസിനസ് അവിടെ ലോസ് ആവും. അപ്പോൾ ലോസ് വരാതിരിക്കാൻ സോഷ്യൽ മീഡിയനെ അതിവിദഗ്ധമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം കൊണ്ടും നന്നാക്കി എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നല്ല ഫുഡും കൊടുക്കണം. നല്ല ഫുഡും കൊടുക്കണമെങ്കിൽ നമ്മളെ പോലെയുള്ള ആളുകളെ നിങ്ങൾ സമീപിക്കുകയും കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കുകയും നല്ല ആ ഡിഷ് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കത് സക്സസ് ആക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് കോൺഫിഡൻസിൽ ചോദിക്കാനും പറ്റില്ല, ഫുഡിൻ്റെ ക്വാളിറ്റിനെ കുറിച്ചിട്ട് ഒരു ഉറപ്പ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ, പിന്നെ അതുപോലെ തന്നെ ഈ ആഡ്സ് മാനേജറൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ ഫുഡിൻ്റെ സ്പെഷ്യൽ റിവ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു പുഷിങ് ചെയ്ത് ആ പർട്ടിക്കുലർ ഏരിയയിലുള്ള ആളുകളെ കാണിക്കുകയും അതിലൂടെ റെഗുലർ ബിസിനസ് ഉണ്ടാക്കാനുള്ള നല്ല സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ മറ്റേ വാട്സപ്പ് ലിങ്ക്, ഓർഡർ ചെയ്യാനുള്ള കീ ബട്ടൺസ്, ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇപ്പോൾ സ്വിഗ്ഗി എന്നുള്ള ഡയറക്റ്റ് ബട്ടൺസ് നിങ്ങളുടെ പരസ്യത്തിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ആൾ കണ്ട ഉടനെ ബിരിയാണി അല്ലെങ്കിൽ മറ്റ് ബർഗർ കഴിപ്പിക്കണമെന്നുള്ള ആഗ്രഹം ജനിപ്പിക്കുകയും അത് നേരെ ഓർഡറാക്കി മാറ്റാൻ പറ്റുന്ന ഫെസിലിറ്റി ഉണ്ട്. എനിക്ക് തൃശ്ശൂരിൽ ഞാൻ ഒരിക്കൽ ചെയ്യുമ്പോൾ ഒരു 2 പേര് വന്നിട്ട് കഴിച്ചു. അപ്പോൾ ഫുഡൊക്കെ വളരെ മനോഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവനാണ് കണ്ടത്. അപ്പോൾ കുഴപ്പമില്ലല്ലോ, പുതിയൊരു ഹോട്ടൽ, എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നവർ സ്ഥിരമായിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസ് മനസ്സിലായ, കാരണം അവരെവിടെ ഇരുന്നിരുന്ന അവർ ഇത് കണ്ടു, ഇഷ്ടപ്പെട്ടു, ട്രയൽ ചെയ്യാൻ നോക്കി. 1 ഹവറിൽ അത് ബിസിനസ്സായി കൺവേർട്ടായി, പെട്ടിയിൽ പൈസ വീണു. നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് ആയതുകൊണ്ട് ആ ബിസിനസ് നിലനിർത്താനും സാധിച്ചു. അപ്പോൾ സോഷ്യൽ മീഡിയ അതിവിദഗ്ധമായിട്ട് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മുടെ ടീമിനെ ഉൾപ്പെടുത്തുക. കാരണം നല്ലൊരു ടീം ഉണ്ടെങ്കിൽ മാത്രമേ സക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ബിൽഗേറ്റ്സ് പോലുള്ള പല ആളുകളോടും ചോദിച്ചപ്പോൾ അവരുടെ സക്സസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു നല്ല ടീമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മില്യനയർ ആയതെന്നാണ് പറയുന്നത്. യൂസഫ് അലിക്കാണോ ഏതെങ്കിലും ലുലു മാളിൽ യൂസഫ് അലിക്ക് ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ടീം വർക്ക്. അപ്പോൾ ആ ടീമിൽ ഞാനും ഭാഗമാകാം, പലരും ഭാഗമാകാം. ആ ടീമാണ് നിങ്ങളുടെ ഹോട്ടലിനെ അൾട്ടിമേറ്റ് സക്സസ് ആക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ മീഡിയ, അതുപോലെ സോഷ്യൽ മീഡിയ, ടെക്നോളജി, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ TNT ടെക്നോളജി ടീം തന്നെ നമുക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് ഇതൊക്കെ വളരെ ശാസ്ത്രീയമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ സമീപിക്കുന്നവർ ഉറപ്പായിട്ടും വിജയിച്ചിരിക്കും. അതാണ് ഇന്ന് പല ബിസിനസ്സുകളെയും, കാരണം അതിന് പ്രായം, ജാതി, മതഭേദമൊന്നുമില്ല. പല ബിസിനസ്സുകളെയും വിത്തിൻ ഡേയ്സിൽ ഭയങ്കര ഹൈയിൽ കൊണ്ടുപോകാനും
അതുപോലെ തകർക്കാനും പറ്റിയ ഒരു ഫീൽഡാണ്. പക്ഷേ നമ്മളെ മാധ്യമങ്ങൾ കാര്യങ്ങൾ അറിയുന്നതിന് മുന്നേ തന്നെ പല ഫേക്ക് ന്യൂസുകൾ, കാരണം അവർക്ക് ഫേക്ക് കൊടുക്കുമ്പോഴാണല്ലോ ആളുകൾക്ക് കാണാനൊരു രസം ഉണ്ടാവുക. കാരണം ആരും നന്നായി എന്ന് കേൾക്കാൻ ആളുകൾക്ക് സ്വതവേ താല്പര്യം കുറവാണ്. ആരെങ്കിലും നശിച്ച വാർത്ത കേൾക്കുമ്പോഴാണ് ആളുകൾക്കൊക്കെ ഒരു പൊതുവായിട്ടുള്ള സന്തോഷം. പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ ആ ഒരു രൂപമാണ് ഏകദേശം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, മൈൻഡ് സെറ്റ്. അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ട് സോഷ്യൽ മീഡിയ ഇരുതല മൂർച്ചയുള്ള വാളാണെങ്കിലും കൃത്യമായിട്ട് അതിനെ ഉപയോഗിക്കണം. പിന്നെ സ്ഥിരമായിട്ട് നമ്മളെ കസ്റ്റമർ തേടിക്കൊണ്ടിരിക്കുകയും പുതിയ കസ്റ്റമർ കൊണ്ടുവരികയും വരുന്ന കസ്റ്റമർ നിലനിർത്തുകയും ചെയ്താൽ അടിപൊളി സക്സസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതൊരു മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട്, പുതിയ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക, മനസ്സിലാക്കുക, പഠിക്കുക. നല്ലൊരു ബിസിനസ് ആവുകയെന്ന് പറഞ്ഞാൽ നല്ലൊരു പോരാളി പോലെയാണ്. അപ്പോൾ ബിസിനസ്സാണ് നമ്മുടെ നാടിൻ്റെ നട്ടില്, നമ്മളുടെ നട്ടില്. കാരണം ജോലിക്കാരനായിട്ട് നിന്നാൽ അതിൽ സമ്പാദിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. നേരെമറിച്ച് നമ്മൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും വളരും, നാടും വളരും, നമ്മുടെ ചുറ്റുഭാഗം വളരും. പിന്നെ അതൊരു പ്രത്യേക സുഖമുള്ള ലൈഫാണ്. അപ്പോൾ അത് ബിസിനസ് ചെയ്ത് സക്സസ് ആയാലാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ അടിക്കാത്തവർ ബെൽ ബട്ടൺ അടിക്കുക. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങി വരൂ. സൂപ്പറായിട്ട് നിങ്ങൾക്ക് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.